പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 71ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ആകർഷകമായ പൂക്കൾ വിരിയുന്ന ഒരു സസ്യത്തെക്കുറിച്ചാണ്. പെരിഗ്രിന. ജെട്രോഫ ഇൻഡഗരിമ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം യൂഫോർബിയസിയെ സസ്യകുടുംബത്തിൽ ഉൾപ്പെട്ട കുറ്റിച്ചെടിയാണ്. ക്യൂബ, ഹിസ്പാനിയോള എന്നീ രാജ്യങ്ങൾ ജന്മദേശമായിട്ടുള്ള ഈ സസ്യത്തിൻ്റെ മറ്റു പേരുകളാണ് പെരിഗ്രിന, സ്പൈസി ജെട്രോഫ, ഷാങ്കായ് ബ്യൂട്ടി, പെരിഗ്രിന ജെട്രോഫ, ജറാഖ് എന്നിവ. പെരിഗ്രിന എന്നത് ഒരു സ്പാനിഷ് വാക്കാണ്. ദ പിൽഗ്രീം വുമൺ ഓർ ഫീമെയിൽ വാണ്ടറർ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. നിത്യഹരിത പുഷ്പിക്കുന്ന കുറ്റിച്ചെടിയായ പെരിഗ്രിനയുടെ എല്ലാ ഭാഗങ്ങളും വിഷകാരിയാണ്, പ്രത്യേകിച്ച് വിത്തുകൾ. സാഹിത്യഭാഷയിൽ പറഞ്ഞാൽ സർപ്പസൗന്ദര്യമാണ് പൂക്കൾക്കുള്ളത്. അതിൽ മറച്ചുവെക്കപ്പെട്ട അപകടം പെട്ടെന്ന് തിരിച്ചറിയുകയില്ല. സസ്യഭാഗങ്ങൾ ആഹരിക്കപ്പെട്ടാൽ മനുഷ്യനും പട്ടി, പൂച്ച എന്നീ ഓമന മൃഗങ്ങൾക്കും വിഷകരമാണ്. ദഹനപ്രക്രിയയെ സാരമായി ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. 15 അടിയോളം ഉയരത്തിൽ വളരുന്ന ഈ സസ്യത്തിന് വൃക്ഷഛായ അഥവാ കനോപ്പി കുറവാണ്. മിതമായ തോതിൽ വളരുന്ന ഈ സസ്യം അനുകൂല സാഹചര്യത്തിൽ ഏതാണ്ട് 30 വർഷത്തോളം ജീവിക്കുന്നു. തിളക്കമാർന്നതും ചുവപ്പോ പിങ്ക് നിറത്തിലോ ഉള്ള പൂക്കൾ വർഷം മുഴുവൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ബോർഡർ പ്ലാന്റായും അലങ്കാര സസ്യമായും വളർത്താൻ അനുയോജ്യമാണ്. മനോഹരമായ പൂക്കൾ ധാരാളം ചിത്രശലഭങ്ങളെയും ഹമ്മിങ് ബേഡുകളെയും പൂക്കളിലേക്ക് ആകർഷിക്കുന്നു. പൂക്കൾക്ക് 5 മില്ലിമീറ്റർ മുതൽ 1 സെൻറ്റിമീറ്റർ വരെ വലിപ്പം ഉണ്ടായിരിക്കും. 20 മുതൽ 38 ഡിഗ്രി സെൽഷ്യസിൽ സസ്യം നന്നായി വളരുന്നു. തെക്കേ അമേരിക്കയിലെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലും കരീബിയയിലും ഈ സസ്യം എൻഡമിക്കാണ്. മധ്യ അമേരിക്ക, തെക്കേ അമേരിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ, ആഫ്രിക്ക, പസഫിക് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ സസ്യം നട്ടു വളർത്തുന്നു. ഇലകൾക്ക് 7.5 സെൻറ്റിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടായിരിക്കും. ഇലയുടെ മുകൾ ഭാഗം വെൽവെറ്റ് പച്ച നിറത്തിലും അടിഭാഗം നേരിയ പർപ്പിൾ നിറത്തിലും കാണപ്പെടുന്നു. നല്ല ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന പൂക്കൾക്ക് 5 ഇതളുകൾ ഉണ്ടായിരിക്കും. പൂക്കൾ 10 സെൻറ്റിമീറ്റർ നീളമുള്ള തണ്ടുകളിൽ കൂട്ടമായി ക്രമീകരിച്ചിരിക്കുന്നു. 1 മുതൽ 2 സെൻറ്റിമീറ്റർ നീളമുള്ള ഫലങ്ങൾ സസ്യത്തിൽ പച്ചയും മഞ്ഞയും നിറത്തിൽ കാണപ്പെടുന്നു. സസ്യത്തിൻ്റെ ചില ഇലകളിൽ 3 ലോബുകൾ ഉണ്ട്. ആൺ പെൺ പുഷ്പങ്ങൾ ഒരേ സസ്യത്തിൽ തന്നെ കാണപ്പെടുന്നു. നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഈ സസ്യത്തെ 2 ആഴ്ചയിലൊരിക്കൽ നനയ്ക്കേണ്ടതുണ്ട്. തുടർച്ചയായി കിട്ടുന്ന മഴയും ഉയർന്ന ആർദ്രതയും ഉള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ ഈ സസ്യം നന്നായി വളരുന്നു. സ്ഥിരമായ നനവ് ഇഷ്ടപ്പെടുന്ന ഈ സസ്യം ചെറിയ തോതിലുള്ള ഉഷ്ണത്തെയും അതിജീവിക്കുന്നവയാണ്. ഒരിക്കൽ നനച്ചു കഴിഞ്ഞാൽ ചെടിയുടെ ചുവട്ടിലെ മണ്ണ് ഉണങ്ങുന്ന അവസരത്തിൽ മാത്രം വീണ്ടും നനച്ചാൽ മതിയാവും. ഓരോ 2 മാസത്തിലും നൈട്രജൻ അടങ്ങിയ വളം നൽകുന്നത് സസ്യവളർച്ചയ്ക്ക്
കൃഷിക്ക് ഉത്തമമാണ്. ശരിയായ വളപ്രയോഗം സസ്യത്തിൻ്റെ കരുത്താർന്ന വളർച്ചയ്ക്കും ധാരാളം പുഷ്പങ്ങൾ ഉണ്ടാകുന്നതിനും സഹായകമാണ്. നല്ല ആകൃതിയിൽ വളരുന്നതിനും ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതിനും യഥാസമയം നടത്തുന്ന പ്രൂണിംഗ് സഹായകമാണ്. വസന്തകാലത്തിൻ്റെ അർദ്ധമാണ് പ്രൂണിംഗ് നടത്താൻ അനുയോജ്യം. വസന്തകാലത്തിൻ്റെ അവസാനമാണ് പ്രൂണിംഗ് നടത്താൻ അനുയോജ്യം. കാണ്ഡഭാഗം മുറിച്ചു നട്ട് പുതിയ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാം. വസന്തകാലവും വേനൽക്കാലവുമാണ് ഇതിന് അനുയോജ്യം. ചട്ടിയിൽ വളർത്തുന്ന ചെടികൾ 2 മുതൽ 3 വർഷത്തിനിടയിൽ വസന്തകാലത്ത് വലിയ ചട്ടിയിലേക്ക് മാറ്റി നടേണ്ടതാണ്. പൂക്കളുടെ സൗന്ദര്യത്താൽ വളരെയേറെ ആകർഷിക്കപ്പെടുന്ന ഒരു സസ്യമാണ് ഇത്. പെരിഗ്രിനയുടെ പൂക്കൾ സ്നേഹത്തിൻ്റെയും അഭിനിവേശത്തിൻ്റെയും പ്രതീകമാണ്. കമിതാക്കൾ അവരുടെ വൈകാരിക തീവ്രത പ്രകടമാക്കാൻ ഈ സസ്യത്തിൻ്റെ പൂക്കൾ പരസ്പരം കൈമാറാറുണ്ട്. നീർവാഴ്ചയുള്ള മണ്ണ് ഇഷ്ടപ്പെടുന്ന സസ്യമാണെങ്കിലും ഉപ്പിൻ്റെ സാന്നിധ്യം ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാത്ത സസ്യമാണ് ഇത്. പെരിഗ്രിനയുടെ ചില ഇനങ്ങളിൽ പിങ്ക് പൂക്കൾ കാണാൻ സാധിക്കും. നഴ്സറികളിൽ ഇവ ലഭ്യമാണ്. അലങ്കാര സസ്യം എന്നതിനോടൊപ്പം തന്നെ ഔഷധ സസ്യമായും പെരിഗ്രിന ഉപയോഗിക്കുന്നു. രക്താതിമർദ്ദം, മലേറിയ, ആസ്മ, വയർ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രമേഹം എന്നിവ നിയന്ത്രിക്കുന്നതിന് സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൽ സസ്യത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എണ്ണ ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ, അതായത് ഇച്ചിങ്, സ്കാബീസ് എന്നിവ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. റസ്റ്റ്, വേരുചീയൽ, യെല്ലോ മൊസൈക്ക് എന്നിങ്ങനെയുള്ള രോഗങ്ങൾ സസ്യത്തെ ബാധിക്കാം. അനുയോജ്യമായ പരിചരണത്തിലൂടെ ഈ രോഗങ്ങളെ മറികടക്കാം. അഴകും ഔഷധഗുണവും ഒത്തിണങ്ങിയ ഒരു പെരിഗ്രിന നമ്മുടെ പൂന്തോട്ടത്തെയും ആകർഷകമാക്കട്ടെ. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.